മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കിസിസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ പരിശുദ്ധ ത്രിയേക ദൈവത്തെക്കുറിച്ചും മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹായിനെ കുറിച്ച് നാം പഠിക്കുകയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പരിശുദ്ധ ത്രിയേക ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായ മറിയത്തെക്കുറിച്ചാണ് നാം പഠിക്കുക. പിതാവായ ദൈവത്തിൻ്റെ പുത്രിയാണ് പരിശുദ്ധ ദൈവമാതാവ്. മനുഷ്യനായി തീർന്ന പുത്രൻ തമ്പുരാൻ്റെ അമ്മ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി, തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തിയ സമാനതകളില്ലാത്ത ഒരു ധന്യജീവിതം. ആ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് നാം ഇനി പഠിക്കാനായിട്ട് പോവുക. ഏറ്റവും ആദ്യം നമുക്ക് പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചുള്ള സഭയുടെ പ്രബോധനം ശ്രദ്ധിക്കാം. 2-ാം വത്തിക്കാൻ സുനഹദോസ് തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയായ ലൂമെൻ ജെൻസിയും ജനതകളുടെ പ്രകാശം, പോൾ 6-ാമൻ മാർപ്പാപ്പായുടെ ക്രിസ്തുവിൻ്റെ മാതാവ് എന്ന പ്രബോധന രേഖ, വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പായുടെ റെദെംതോറിസ് മാതർ, രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനം, സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 963 മുതൽ 987 വരെയുള്ള പാരഗ്രാഫ്സ്, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം, ഇവയിലെല്ലാം സഭയുടെ ഔദ്യോഗിക പ്രബോധനം സംക്ഷിപ്തമായി നമുക്ക് ലഭിക്കുന്നു. പരിശുദ്ധ കന്യക മറിയത്തെ സംബന്ധിക്കുന്ന 4 വിശ്വാസ സത്യങ്ങളാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുക. ഒന്നാമത്തേത്, അവൾ ദൈവമാതാവാണ്. 2, നിത്യകന്യക. 3, അമലോത്ഭവ. 4, സ്വർഗാരോപിത. ഏറ്റവും ആദ്യം ദൈവമാതാവ്. പരിശുദ്ധ കന്യക മറിയം ദൈവമാതാവാണ് എന്നത് സഭയുടെ വിശ്വാസ സത്യമാണ്. അവിടുന്ന് കന്യക മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു എന്നത് നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്നുണ്ട്. നെസ്തോറിയൻ പാഷണ്ഡതയുടെ പ്രചാരകർ മറിയത്തെ ദൈവമാതാവെന്നല്ല, ക്രിസ്തുവിൻ്റെ മാതാവ് എന്നാണ് വിളിക്കേണ്ടത് എന്ന് വാദിച്ചു. യേശുവിൽ 2 വ്യക്തിത്വങ്ങൾ ആരോപിച്ച നെസ്തോറിയൻ പാഷണ്ഡതയ്ക്കെതിരെ 431 എഫെസോസിൽ സമ്മേളിച്ച സാർവത്രിക സുനഹദോസ് മറിയത്തെ ദൈവമാതാവായി പ്രഖ്യാപിച്ചു. തേയോ തോക്കോസ് അല്ലെങ്കിൽ ഗോഡ് ബെയറർ. എമ്മാനുവേൽ സത്യമായും ദൈവമാണെന്നും അതിനാൽ പരിശുദ്ധ കന്യക ദൈവമാതാവാണെന്നും ഏറ്റു പറയാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് എഫെസൂസിൽ നാം കാണുക. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ്റെ ഏക വ്യക്തിത്വത്തിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒന്നായി നിലകൊള്ളുന്നു. അതുകൊണ്ട് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കാൻ കഴിയും. മനുഷ്യാവതാരം ചെയ്ത യേശു മിശിഹ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. എന്നാൽ അവിടുത്തെ വ്യക്തിത്വം ദൈവിക വ്യക്തിത്വമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ അമ്മയെ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കാം എന്നത് കഴിഞ്ഞ ക്ലാസ്സിലും നാം ശ്രദ്ധിച്ചിരുന്നു. എഫെസസ് കൗൺസിൽ ഈ സത്യമാണ് വ്യക്തതയോടുകൂടി പഠിപ്പിക്കുക. അതുകൊണ്ട് മറിയം ദൈവമാതാവാണ് എന്ന് പറയുമ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും വ്യക്തിത്വത്തിലെ ഏകത്വത്തെയും ഊന്നി പറയുന്ന ഒരു വിശ്വാസ സത്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് ആവശ്യമായതെല്ലാം അവിടുന്ന് മറിയത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. മറിയത്തിൽ നിന്നാണ് തൻ്റെ ശരീരം യേശു ക്രിസ്തു സ്വീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദൈവമാതൃത്വത്തെ തിരുവചനവും സഭയുടെ വിശുദ്ധ പാരമ്പര്യവും ഒരുപോലെ പിന്തുണയ്ക്കുന്നുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായ 14-ാം വാക്യത്തിൽ
എമ്മാനുവേൽ പ്രവചനം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മറിയത്തിൻ്റെ മാതൃത്വത്തെക്കുറിച്ചുള്ള സൂചന നമുക്ക് കാണാം. യേശയ്യായുടെ ഈ പ്രവചനം ദൈവമാതാവിനോടുള്ള വചനിപ്പ് സമയത്ത് ഗബ്രിയേൽ മാലാഖ പറയുകയാണ്. ഗബ്രിയേൽ മാലാഖ പറയുന്നത് അവളുടെ ദൈവമാതൃത്വത്തിൻ്റെ തെളിവാണ്. അത് നമുക്ക് ലൂക്ക 1:35 കാണാം. ലൂക്ക 1:39 43 എലിസബത്ത് പുണ്യവതി പരിശുദ്ധ മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത്. കൂടാതെ ഗലാത്യ 4:4 കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവപുത്രൻ സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന് നമുക്ക് വായിക്കാം. ഇതിലൂടെയെല്ലാം മറിയം ദൈവമാതാവാണ് എന്ന് കത്തോലിക്ക സഭ തൻ്റെ പാരമ്പര്യത്തിൽ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനകളിൽ ഈ സത്യത്തെ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ വിശ്വാസ സത്യം, പരിശുദ്ധ ദൈവമാതാവ് നിത്യ കന്യകയാണ്. 381 ഒന്നാം കോൺസ്റ്റന്റിനോപ്പിൾ സുനഹദോസിൽ ദൈവപുത്രൻ കന്യക മറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നു എന്ന വിശ്വാസ പ്രഖ്യാപനം വഴി മറിയത്തിൻ്റെ കന്യാത്വം കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 2 സുവിശേഷങ്ങളും വിശുദ്ധ മത്തായി 1:20-22, വിശുദ്ധ ലൂക്ക 1:34-36 ഈ വാക്യങ്ങൾ ഈ ഒരു സത്യത്തെ പ്രകാശിതമാക്കുകയാണ്. പുരുഷ സംസർഗം കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനത്താലാണ് ദൈവപുത്രൻ കന്യക മറിയത്തിൽ നിന്ന് മനുഷ്യനായി പിറന്നത്. 553 5ാം സാർവത്രിക സുനഹദോസായ കോൺസ്റ്റാന്റിനോപ്പിൾ II എന്ന സിനഡിൽ മറിയത്തിൻ്റെ നിത്യകന്യാത്വം പാർഥെനോസ് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. മേരി ആസ് എവർ വെർജിൻ, അതാണ് പാർഥെനോസ്. ഇത് കഴിഞ്ഞ് മാർട്ടിൻ 1 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ AD 649 നടന്ന ലാറ്ററൻ സുനഹദോസ് ഈ വിശ്വാസ സത്യത്തെ കൂടുതൽ വ്യക്തതയോടുകൂടെ അവതരിപ്പിക്കുകയാണ്. ഇതൊരു സാർവത്രിക സുനഹദോസ് അല്ല എങ്കിലും പരിശുദ്ധ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നേരിട്ട് നടന്ന സുനഹദോസ് എന്ന പ്രത്യേകത ഇതിനുണ്ട്. അവിടെ നാം ഇപ്രകാരം കാണുന്നു: അനുഗ്രഹീത കന്യകയും അമ്ലോത്ഭവയുമായ മറിയം പുരുഷ സംസർഗം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയാവുകയും തൻ്റെ കന്യാത്വത്തിന് ഭംഗം വരാതെ പുത്രന് ജന്മം നൽകുകയും യേശുവിൻ്റെ ജനനശേഷവും അവളുടെ കന്യാത്വം അഭംഗുരം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പും ജനന സമയത്തും ജനനത്തിന് ശേഷവും പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ കന്യാത്വം അഭംഗുരം പരിരക്ഷിക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് ഏറ്റുപറയുക. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് പരിശുദ്ധ ദൈവമാതാവ് കന്യകയായിരുന്നു എന്നത് ലൂക്ക 1:26 വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ചത് പുരുഷ സംസർഗത്താലല്ല, പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് ഗർഭധാരണത്തിലൂടെ അവളുടെ കന്യാത്വത്തിന് ഭംഗം വന്നില്ല എന്നാണ് സഭ പഠിപ്പിക്കുക. നേരത്തെ സൂചിപ്പിച്ച യേശയ്യ 7:14 എമ്മാനുവേലിൻ്റെ അമ്മ കന്യകയായിരിക്കും എന്ന് യേശയ്യ സവിശേഷമായി പ്രവചിക്കുന്നതായി നമുക്ക് കാണാം. 10ാമത്തെ വാക്യത്തിലും 11ാമത്തെ വാക്യത്തിലും ദൈവമായ കർത്താവ് ആഹാസിനോട് പറയുന്നു, പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമായ ഒരു അടയാളം ആവശ്യപ്പെടുക. ഏതൊരു സാധാരണ ജനനമായിരുന്നുവെങ്കിൽ ഈ തരത്തിലുള്ള അടയാളം എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഹെബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ പുസ്തകം 250 BC അടുത്ത് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ യുവതി എന്ന വാക്കിനെ കന്യക എന്നാണ് അവർ തർജ്ജമ ചെയ്തിരിക്കുക. ഈ വചനം ആരിലാണ് പൂർത്തിയായത് അതുവരെയും നിശ്ചയമുണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ജനന സമയത്ത്
ഇത് പരിശുദ്ധ കന്യക മറിയത്തിൽ നിറവേറ്റപ്പെടുകയാണ് എന്നത് മത്തായി ശ്ലീഹ 1-ാം അധ്യായത്തിലെ 22-ാമത്തെയും 23-ാമത്തെ വാക്യത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്. ഇനി യേശു ക്രിസ്തുവിൻ്റെ ജനനം പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ കന്യാത്വത്തിന് ഭംഗം വരുത്തിയില്ല. ഇത് ദൈവം മറിയത്തിന് അനുവദിച്ച അത്ഭുതമായിരുന്നു എന്ന് കാൽസിഡോൺ കൗൺസിൽ 451 പഠിപ്പിക്കുന്നു. ദൈവത്തിന് പദാർത്ഥത്തിന് മേൽ, മാറ്ററിന് മേൽ അധികാരമുണ്ട് എന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ജീസസ് ഓഫ് നാസറത്തിലെ 3-ാമത്തെ വോള്യത്തിൽ എഴുതുകയാണ്. ദൈവപുത്രൻ മനുഷ്യനായി പിറക്കുന്നതിനേക്കാൾ ഒരു വലിയ അത്ഭുതമൊന്നും പറയാനായിട്ടില്ലല്ലോ. ഈ ഒരു വലിയ കൃപ നൽകുന്നതിന് രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്ന് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി യേശു ക്രിസ്തുവിൻ്റെ ജനനശേഷവും പരിശുദ്ധ കന്യക മറിയം കന്യകയായി തന്നെ തുടർന്നു എന്ന സഭാ പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് പ്രകൃതിയുടെ നിയമങ്ങൾക്കും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത രഹസ്യം തന്നെയാണ്. ഗബ്രിയേൽ മാലാഖ എന്താണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അതിനാൽ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക 1:35 നാം വായിക്കുന്നു. ശാസ്ത്രീയമായ വിശകലനത്തിന് വിധേയമാക്കാൻ സാധിക്കുന്ന ഒരു വിശ്വാസ സത്യമല്ല ഇത്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ലൂക്ക 1:37 ഗബ്രിയേൽ മാലാഖ എന്താണ് പറഞ്ഞത്? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് ഏറ്റു പറയാൻ മാത്രമേ മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കന്യാത്വം യേശു മിശിഹായുടെ ദൈവപുത്ര സ്ഥാനം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് ഏശയ്യ 7:14 പൂർത്തീകരണമായിട്ട് ദൈവശാസ്ത്രജ്ഞർ അവതരിപ്പിക്കുക. ഏശയ്യ 7:14 തുടർച്ചയായിട്ട് തന്നെ മിക്കായുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് രക്ഷകന് ജന്മം നൽകാനിരിക്കുന്ന ഒരു പ്രത്യേക യുവതിയെക്കുറിച്ചാണ് പരാമർശിക്കുക. അപ്പോൾ മറിയം തന്നെയാണ് ഈ പ്രവചനത്തിലെ യുവതി അല്ലെങ്കിൽ കന്യക. യേശു ക്രിസ്തുവിന് ജന്മം നൽകിയതിന് ശേഷവും പരിശുദ്ധ ദൈവമാതാവ് കന്യകയായി തുടർന്നു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യമുള്ളത്, യേശുവിനെ കൂടാതെ മാതാവിന് മറ്റു മക്കൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പലരും ചോദിക്കാറുണ്ട്, സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് പരാമർശം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അവരുടെ പേര് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിന് എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ നിയമത്തിൽ ഒരിടത്ത് പോലും യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങളുടെ പേര് പറയുമ്പോൾ മറിയത്തിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു മാത്രമാണ് മറിയത്തിൻ്റെ മകൻ എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുക. യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി പരാമർശിക്കപ്പെടുന്ന യാക്കോബും യോസേയും മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളിൽ ഒരുവളായ മറിയത്തിൻ്റെ മക്കളായിരുന്നു എന്ന മർക്കോസ് സുവിശേഷകൻ തന്നെ 15-ാം അധ്യായത്തിലെ 40-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മറിയത്തെയാണ് വിശുദ്ധ മത്തായി 27-ാം അധ്യായത്തിൽ 56-ാം വാക്യത്തിൽ മറ്റേ മറിയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവർ ആ മറിയത്തിൻ്റെ മക്കളാണ്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മക്കളല്ല. ഒരുപക്ഷെ അവർ കന്യക മറിയത്തിൻ്റെയോ ഔസപിതാവിൻ്റെയോ ബന്ധുവായിരിക്കാം. അതുകൊണ്ട് അവർ യേശു ക്രിസ്തുവിൻ്റെ രക്തസഹോദരങ്ങളല്ല, കസിൻസ് ആകാനാണ് സാധ്യത. ഇതുകൂടാതെ യേശുവിൻ്റെ സഹോദരനായി പരാമർശിക്കപ്പെടുന്ന യൂദ തൻ്റെ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ താൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ് എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്, സഹോദരനായിട്ടല്ല. ഇനി ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലെ 18-19 വാക്യങ്ങളെ ആധാരമാക്കി കർത്താവിൻ്റെ സഹോദരനും അപ്പോസ്തോലനുമായ യാക്കോബ്, അത് ഹൽപ്പായിയുടെ പുത്രനായ യാക്കോബാണ് എന്ന് വാദിക്കുന്നവർ ചിലരെ നമുക്ക് കാണാം. പക്ഷെ ചില ബൈബിൾ സ്കോളേഴ്സ് വാദിക്കുന്നത് ഹൽപ്പായിയുടെ പുത്രനായ യാക്കോബും സെബെദി പുത്രനായ യാക്കോബ് കൂടാതെ മൂന്നാമത്തെ ഒരു യാക്കോബും ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ജെറുസലേമിലെ ബിഷപ്പ്. അദ്ദേഹമാണ് യാക്കോബിൻ്റെ ലേഖനത്തിലെ ഗ്രന്ഥകാരൻ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അത് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരനല്ല, കസിൻ ആകാനാണ് സാധ്യത.
അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, കസിൻ എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായ ഒരു പദം അരമായ ഭാഷയിൽ കാണാൻ സാധിക്കുകയില്ല. ഇനി ഗ്രീക്ക് ഭാഷയിൽ രചിക്കപ്പെട്ട ഈ പുതിയ നിയമത്തിൽ സഹോദരൻ്റെ ഗ്രീക്ക് പദം അഡെൽഫോസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുക. അഡെൽഫോസ് എന്ന വാക്ക് സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കസിൻസിന് വേണ്ടിയും സഹോദരൻ്റെ മകന് വേണ്ടിയും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പഴയ നിയമത്തിൽ അബ്രാഹത്തിൻ്റെ അഡെൽഫോസ് ആണ് ലോട്ട്. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോസ്തല പ്രവർത്തനത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്ത്യാനികൾ മറ്റ് ക്രിസ്ത്യാനികളെ സഹോദരങ്ങൾ എന്നാണ് സംബോധന ചെയ്തിരുന്നത്. 9-ാം അധ്യായത്തിലെ 17-ാം വാക്യം, 11-ാം അധ്യായത്തിലെ 1-ാം വാക്യവും 29-ാമത്തെ വാക്യവും, 15-ാം അധ്യായത്തിലെ 3-ാം വാക്യവും 32-ാമത്തെ വാക്യവും. അതുകൊണ്ട് സുവിശേഷങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഈ 4 വ്യക്തികൾ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരങ്ങളല്ല, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മക്കൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ വേറൊരു കാരണം, പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ആദ്യജാതനാണ് യേശു ക്രിസ്തു. അതായത് യേശു ക്രിസ്തുവിന് ജ്യേഷ്ഠന്മാരില്ലായിരുന്നു. പക്ഷേ യോഹന്നാനിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസ് 3-ന്റെ 21-ാമത്തെ 32-ാമത്തെ വാക്യത്തിലും യേശു ക്രിസ്തുവിനെ ശകാരിക്കുന്നതും ഉപദേശിക്കുന്നതുമായി നമുക്ക് കാണാം. അക്കാലത്തുള്ള യഹൂദ സമൂഹത്തിൽ അനുജന്മാർക്ക് ഒരിക്കലും ജ്യേഷ്ഠനെ ഇതുപോലെ തിരുത്തുവാനോ ശകാരിക്കുവാനോ ഉപദേശിക്കുവാനോ അവകാശമുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ യേശു ക്രിസ്തുവിന് അനുജന്മാരും ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യ നൂറ്റാണ്ടുകളിലെ പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ ഒരിജൻ യോഹന്നാൻ 19:27 ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: പരിശുദ്ധ ദൈവമാതാവിന് യേശുവിനെ കൂടാതെ മറ്റു മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു കുരിശ് മരണ നേരത്ത് തൻ്റെ അമ്മയെ യോഹന്നാൻ ശ്ലീഹായെ ഏൽപ്പിക്കുമോ? അവിടെ നമ്മൾ കാണുന്നത് ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. മരണം വരെ പരിശുദ്ധ ദൈവമാതാവ് യോഹന്നാൻ്റെ ഭവനത്തിലായിരുന്നു, യോഹന്നാൻ്റെ കൂടെയായിരുന്നു എഫെസൂസിൽ എന്ന് പാരമ്പര്യത്തിലൂടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ചിലര് ഗ്രീക്ക് പുരാണങ്ങളിലെ അത്ഭുത ജനന കഥകളെ കടമെടുത്തുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ഐതിഹ്യമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കന്യാത്വത്തിലുള്ള വിശ്വാസം എന്ന് ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ കന്യക ജനനം എന്ന വിശ്വാസത്തിൻ്റെ പേരിൽ ക്രൈസ്തവർ 1-ാം നൂറ്റാണ്ട് മുതൽ ഏറെ അവഹേളനങ്ങളും അപമാനങ്ങളും സഹിച്ചിരുന്നു. ഇതാണ് വാസ്തവം. അത് രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ്റെ ഡയലോഗ് എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു ജാരസന്തതിയാണ് എന്നുള്ള അധിക്ഷേപം പോലും സഹിച്ച് ആദിമസഭ ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചുവെങ്കിൽ അതത്രമേൽ സത്യമായിരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എന്ന സാർവത്രിക മതബോധന ഗ്രന്ഥം 498-ാമത്തെ ഖണ്ഡികയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി 3-ാമത്തെ വിശ്വാസ സത്യം, പരിശുദ്ധ ദൈവമാതാവ് അമലോത്ഭവയാണ്. ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് പരിശുദ്ധ കന്യക മറിയത്തിന് അമലോത്ഭവയാകാനുള്ള അനുഗ്രഹം ദൈവം നൽകി. എഫെസോസ്കാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഇത് പരിശുദ്ധ ദൈവമാതാവിൽ ഏറ്റവും ഉചിതമായ രീതിയിൽ നിറവേറി എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു ക്രിസ്തുവിനെ പ്രതി യേശു ക്രിസ്തുവിൽ യുഗങ്ങൾക്ക് മുമ്പേ അവൾ ദൈവകുമാരൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. തൻ്റെ ജനനത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ, അതായത് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷത്തിൽ തന്നെ ഉത്ഭവ പാപത്തിൻ്റെ കറ പുരളാതെ മറിയം ജനിച്ചു. ഈ അർത്ഥത്തിൽ വേണം പരിശുദ്ധ കന്യക മറിയത്തെ അമലോത്ഭവ എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപാവരത്താൽ നിറഞ്ഞ പരിശുദ്ധ ദൈവമാതാവ് അവളുടെ ഉത്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവളാണ്. ഈ സത്യം നൂറ്റാണ്ടുകളായി സഭ ഏറ്റു പറഞ്ഞിരുന്നതാണ്. 1854 ഡിസംബർ 8-ാം തീയതി 9-ാം പിയൂസ് മാർപ്പാപ്പ അവാച്യനായ ദൈവം ഇൻ എഫാബിലിസ് ദേവുസ് എന്ന തിരുവെഴുത്തിലൂടെ
പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവം സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അദ്ദേഹം ഇപ്രകാരം എഴുതി: മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തി സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാലും അനുഗ്രഹത്താലും പരിശുദ്ധ കന്യക മറിയം തൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ജന്മപാപത്തിൻ്റെ യാതൊരു മാലിന്യവുമേശാതെ കാത്തു സൂക്ഷിക്കപ്പെട്ടു. ഇത് വെളിപ്പെടുത്തപ്പെട്ട സത്യമാണെന്നും അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഇത് എന്നും ഉറപ്പായി വിശ്വസിക്കണമെന്നും നാം പ്രഖ്യാപിക്കുന്നു. ഈ വാക്കുകളിൽ പരിശുദ്ധ പിയൂസ് 9 മാർപ്പാപ്പ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നു. അതായത് പരിശുദ്ധ അമ്മയുടെ ജനന നേരത്ത് തന്നെ യേശു ക്രിസ്തുവിൽ നിന്ന് രക്ഷ മുൻകൂറായി ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവളാണ് പരിശുദ്ധ ദൈവമാതാവ്. കാരണം ദൈവപുത്രൻ മനുഷ്യനായി പിറക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശരീരവും മനസ്സും ഹൃദയവും ആത്മാവും പരിശുദ്ധമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. എന്താണ് ഉത്ഭവ പാപം? ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഐക്യമായ മനുഷ്യന് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ് തൻ്റെ മകനും മകളുമായി ദത്തെടുക്കുകയും ഉയർത്തുകയും ചെയ്യുക. കാരണം മനുഷ്യൻ സ്വഭാവത്താലെ ദൈവമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനാണ്. പരിശുദ്ധാത്മാവാണ് മനുഷ്യനെ ദൈവത്തിൻ്റെ മകനാക്കി തീർക്കുക. എന്നാൽ ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ നഷ്ടമാക്കി. പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയ അവർക്ക് പറുദീസയിൽ നിൽക്കാൻ സാധിക്കുകയില്ല. ദൈവമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് അവർ താണു. അതുകൊണ്ട് ആദത്തിൻ്റെയും ഹവ്വയുടെ സന്തതികളെല്ലാം ജനിക്കുന്നത് ഉത്ഭവ പാപത്തിലാണ് എന്നതിൻ്റെ അർത്ഥം ഉത്ഭവ പാപത്തിലാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ജനിക്കുന്ന കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് പാപത്തിൻ്റെ കറ ഈ കുഞ്ഞിൻ്റെ ആത്മാവിലുള്ളത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഈ സത്യത്തെ പൗരസ്ത്യ സഭയുടെ ദൈവശാസ്ത്ര വീക്ഷണത്തിലൂടെ കാണാൻ നമുക്ക് ശ്രമിക്കാം. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ജനിച്ച് വീഴുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവ് ഇല്ലാതെയാണ് ജനിക്കുക. അതാണ് പാപത്തിൻ്റെ അവസ്ഥയിൽ കുഞ്ഞ് ജനിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞ് മനുഷ്യനാണ്, പക്ഷെ ദൈവത്തിൻ്റെ മകനല്ല, ദൈവത്തിൻ്റെ മകളല്ല. മനുഷ്യർക്ക് ദൈവപുത്രത്വം തിരികെ നൽകുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യനായി തീർന്നത്. മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് മനുഷ്യർക്കായി കുരിശുമരണം ഏറ്റുവാങ്ങി അങ്ങനെ തൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സാത്താനിൽ നിന്നും മനുഷ്യമക്കളെ മോചിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ ദൈവം മനുഷ്യർക്ക് നൽകുകയാണ്. അതിലൂടെ ദൈവപുത്രത്വം മനുഷ്യർക്ക് ലഭിക്കുകയാണ്. ഇതാണ് രക്ഷ. എന്നാൽ പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ജനനത്തിലെ ആദ്യ നിമിഷത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആത്മാവിൽ വന്ന് വസിക്കുന്നതിനെയാണ് കൃപ എന്ന് വിളിക്കുക. അങ്ങനെയെങ്കിൽ അവൾ ജനനത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ദൈവകൃപ കൊണ്ട് നിറയുകയാണ്. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ മകളായി അവൾ ഉയർത്തപ്പെടുകയാണ്. യേശുക്രിസ്തുവിന് കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുമ്പ് തന്നെ രക്ഷകൻ്റെ അമ്മയ്ക്ക് ഈ സൗഭാഗ്യം കർത്താവ് തൻ്റെ സൗജന്യ സ്നേഹത്താൽ അനുഗ്രഹത്താൽ ദാനമായി നൽകുകയാണ്. ഇതാണ് അമലോത്ഭവ എന്ന സത്യം കൊണ്ട് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭാപിതാക്കന്മാർ പരിശുദ്ധ കന്യക മറിയത്തെ സർവവിശുദ്ധ അല്ലെങ്കിൽ പനാജിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. പാൻ പ്ലസ് ഹാഗിയോസ്, സർവവിശുദ്ധ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിലും നമുക്ക് അടിസ്ഥാനം കാണാം. ലൂക്ക 1:28 ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് ഗബ്രിയേൽ മാലാഖ കന്യക മറിയത്തെ സംബോധന ചെയ്യുക. അതായത് കൃപയ്ക്ക് പാത്രമായവളെ എന്നാണ് ഇതിൻ്റെ അർത്ഥം.
തൻ്റെ ജനനത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമായവളാണ് പരിശുദ്ധ കന്യകമറിയം. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മനുഷ്യനായി പിറക്കുന്ന ദൈവപുത്രൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ ദൈവമാതാവ്. ലൂക്ക 1:41 നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ, നിന്റെ ഉദരഫലവും വാഴ്ത്തപ്പെട്ടത് എന്ന എലിസബത്തിൻ്റെ ഏറ്റുപറച്ചിലിൽ മറിയത്തിൻ്റെ പാപമില്ലായ്മയെ, അവളുടെ പരിശുദ്ധിയെ ഉദരഫലമായ യേശു മിശിഹായുടെ പരിശുദ്ധിയോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മളൊരു വ്യത്യാസം മനസ്സിലാക്കണം. യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് സ്വഭാവത്താലെ പരിശുദ്ധനാണ്, സ്വഭാവത്താലെ പാപരഹിതനാണ്. പക്ഷെ പരിശുദ്ധ കന്യകമറിയം ദൈവത്തിൻ്റെ കൃപയാൽ പാപരഹിതയാണ്, പരിശുദ്ധയാണ്. സ്വഭാവത്താലെ അല്ല. കാരണം അവൾ ദൈവമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യ വ്യക്തിയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമ്ലോത്ഭവത്തെക്കുറിച്ച് ഏറ്റവും സുവ്യക്തമായ പഠനം പൗരസ്ത്യ സഭ പിതാവായ വിശുദ്ധ എഫ്രേമിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിന്നിൽ കളങ്കമില്ലാത്തതുപോലെ അല്ലയോ ദൈവമേ, നിന്റെ അമ്മയും കളങ്കരഹിതയാണ്. നീയും നിന്റെ അമ്മയും മാത്രമേ പൂർണ്ണമായും പാപരഹിതരായിട്ടുള്ളൂ എന്ന് വിശുദ്ധ എഫ്രേം പ്രാർത്ഥിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 490 ഖണ്ഡികയിൽ നാം ഇപ്രകാരം വായിക്കുന്നു: രക്ഷകന്റെ മാതാവായി തീരുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ ദൈവം സമ്പന്നയാക്കി. 492 നാം വായിക്കുന്നു: അതുല്യ വിശുദ്ധിയുടെ തേജസ്സിനാൽ പ്രശോഭിതയായ കന്യക മറിയത്തിന് ആ വിശുദ്ധി മുഴുവൻ സിദ്ധിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. ജനതകളുടെ പ്രകാശം 53 പാരഗ്രാഫിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ നാം വായിക്കുന്നു: സ്വപുത്രൻ്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണ് അവൾ. ഇനി 4ാമത്തെ വിശ്വാസ സത്യം, സ്വർഗാരോപണം. 1950 നവംബർ 1 പരിശുദ്ധ പിതാവ് 12ാം പ്യൂസ് മാർപ്പാപ്പ പരമകാരുണികനായ ദൈവം മുനിഫിസെന്റിssimus ദേവുസ് എന്ന തിരുവെഴുത്തിലൂടെ മാതാവിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അമലോത്ഭവയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയം തൻ്റെ ഇഹലോകവാസം പൂർത്തിയാക്കിയപ്പോൾ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഇതാണ് മാർപ്പാപ്പ ഈ എഴുത്തിലൂടെ പ്രഖ്യാപിച്ചത്. 1946 മുതൽ 12ാം പ്യൂസ് മാർപ്പാപ്പ സഭയിലെ എല്ലാ മെത്രാന്മാരുടെയും വിശ്വാസികളുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഇത് ഏറ്റവും ജനകീയമായി പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസ സത്യമാണ്. ഈ ഒരു പ്രത്യേകത ഇതിനുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ദൈവദാസനായ മാർ ഇവാനിയോസ് പിതാവിനും മാർപ്പാപ്പയുടെ കത്ത് ലഭിച്ചിരുന്നു. അതിന് വളരെ പണ്ഡിതോചിതമായ ഒരു മറുപടിയാണ് ഇവാനിയോസ് തിരുമേനി അയച്ചത്. പൗരസ്ത്യ സഭയുടെ പാരമ്പര്യത്തിൽ ഊന്നിയ ഒരു ദൈവശാസ്ത്ര ദർശനം, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണം ശൂനോയോ തിരുനാളായി ഈ സഭയിൽ വർഷങ്ങളായി ആചരിക്കുന്ന ഈ കാര്യം കത്തിലൂടെ അദ്ദേഹത്തിന് അറിയിക്കാൻ കഴിഞ്ഞു. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ന പല എക്സ്പേർട്സും പ്രസ്താവിച്ചത് കേട്ടിട്ടുണ്ട്. സ്വർഗാരോപണം എന്ന വിശ്വാസ സത്യത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമുണ്ട്. 1 കൊരിന്തോസ് 15:23 ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ഉയർക്കുക. ആദ്യം ക്രിസ്തു, പിന്നെ അവനുള്ളവരും. ഈ ക്രിസ്തുവിനുള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവൾ പരിശുദ്ധ അമ്മയായതുകൊണ്ട് ഉയർപ്പും സ്വർഗാരോപണവും യുഗാന്ത്യത്തിന് മുമ്പ് തന്നെ പരിശുദ്ധ കന്യക മറിയത്തിൽ സംഭവിച്ചു എന്ന് നമുക്ക് ന്യായമായും വിശ്വസിക്കാം. ശരീരങ്ങളുടെ ഉയർപ്പ് കർത്താവിൻ്റെ 2ാം വരവിലാണ് സംഭവിക്കുക. എന്നാൽ മനുഷ്യവർഗത്തിന് മുഴുവൻ ലഭിക്കാനിരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ഈ സൗഭാഗ്യം, അതിൻ്റെ പൂർണ്ണത
പരിശുദ്ധ ദൈവമാതാവിന് മുൻകൂറായി നൽകപ്പെട്ടു എന്ന് ഈ പ്രഖ്യാപനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവകൃപയാൽ പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ജീവിതകാലം മുഴുവൻ വ്യക്തിപരമായ എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തയായിരുന്നു. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉത്ഭവത്തിൽ തന്നെ പാപവിമുക്തയായിരുന്നു, ദൈവകൃപ നിറഞ്ഞവളായിരുന്നു എന്നത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്, വലിയ കൃപയാണ്. എന്നാൽ ഈ കൃപയോട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവൾ സഹകരിച്ചു എന്നതാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശ്രേഷ്ഠത. ഇഹലോകവാസ കാലത്തിൻ്റെ അവസാനം വരെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ തൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരു മാലിന്യവും യേശുവാൻ അവൾ അനുവദിച്ചില്ല. ദൈവകൃപ നിറഞ്ഞവളായി തന്നെയാണ് ഇഹലോകവാസം വെടിഞ്ഞത്. റോമ 5:12 പാപത്തിൻ്റെ ഫലമായാണ് മരണം ലോകത്തിലേക്ക് കടന്നു വന്നതെന്നും റോമ 6:22 പാപത്തിൻ്റെ വേതനം മരണമാണ് എന്ന് നാം വായിക്കുന്നു. തൻ്റെ ജീവിത അവസാനത്തിലും പരിശുദ്ധ ദൈവമാതാവ് പാപരഹിതയായിരുന്നതുകൊണ്ട് പാപത്തിൻ്റെ ഫലമായ മരണം അനുഭവിക്കാതെയാണ് അവൾ ശരീര ആത്മാവോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് എന്ന ഒരു വ്യാഖ്യാനവും നമുക്ക് കത്തോലിക്ക സഭയിൽ കേൾക്കാം. വേറൊരു വ്യാഖ്യാനം അനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അമ്മ മാത്രമല്ല, ഏറ്റവും ഉത്തമ ശിഷ്യ ഡിസൈപ്പിളായിരുന്നു പരിശുദ്ധ ദൈവമാതാവ്. എല്ലാ കാര്യത്തിൽ തൻ്റെ പുത്രനോട് അനുരൂപയാകാൻ അവൾ ആഗ്രഹിച്ചു. തൻ്റെ പുത്രനോട് സാദൃശ്യം പ്രാപിക്കുവാൻ അവൾ ശ്രമിച്ചു. അങ്ങനെയെങ്കിൽ തൻ്റെ പുത്രൻ മരണത്തിന് വിധേയപ്പെട്ടതുകൊണ്ട് മരണം പുൽകുവാൻ പരിശുദ്ധ ദൈവമാതാവും തയ്യാറായി എന്ന് വിശ്വസിക്കുന്ന ദൈവശാസ്ത്രജ്ഞരും കത്തോലിക്ക സഭയിലുണ്ട്. പിയൂസ് 12 മാർപ്പാപ്പ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണം എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നത് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ വ്യക്തമാക്കാത്തതുകൊണ്ട് ഈ 2 അനുമാനങ്ങളും സഭയിൽ അനുവദനീയമാണ്. വെളിപാട് 12:1 പരാമർശിക്കുന്ന സ്ത്രീ ഒരേ സമയം സഭയുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും പ്രതീകമായതുകൊണ്ട് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ആ സ്ത്രീ സ്വർഗാരോപിതയാകുന്ന പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള പരോക്ഷ സൂചനയാണ് എന്നും വ്യാഖ്യാനിക്കാൻ സാധിക്കും. പൗരസ്ത്യ സഭകൾ 6-ാം നൂറ്റാണ്ട് മുതലും റോമൻ സഭ 7-ാം നൂറ്റാണ്ട് മുതലാണ് ഓഗസ്റ്റ് 15 പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉറക്കത്തിരുനാൾ അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ഡോർമീഷൻ എന്നും ഗ്രീക്കിൽ കൊയ്മേസിസ് എന്ന പേരിൽ ഇത് ആഘോഷിച്ചിരുന്നു. ഗ്രിഗോറിയൻ ലിറ്റർജിക്കൽ കലണ്ടറിലാണ് ആദ്യമായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉറക്കത്തിരുനാളിനെ, കാരണം അവളുടെ മരണം പ്രശാന്തമായ നിദ്രയെ പോലെയാണ്, ഈ ഉറക്കത്തിരുനാളിനെ സ്വർഗാരോപണ തിരുനാൾ എന്ന് പുനർനാമകരണം ചെയ്തത്. സുറിയാനി സഭ ഇതിനെ ഷ്യൂനോയോ തിരുനാൾ എന്നാണ് വിശേഷിപ്പിക്കുക. ഷ്യൂനോയോ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഡിപ്പാർച്ചർ അല്ലെങ്കിൽ വാങ്ങിപ്പ്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു ഡിപ്പാർച്ചർ. സേരുഗിലെ വിശുദ്ധ യാക്കോബ് പഠിപ്പിച്ചതനുസരിച്ച് പരിശുദ്ധ ദൈവമാതാവ് മരിച്ചുവെന്നും അപ്പോസ്തലന്മാർ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മൃതശരീരം സംസ്കരിച്ചു എന്നും പഠിപ്പിക്കുന്നു. എന്നാൽ പിന്നീട് ഖബർ തുറന്നപ്പോൾ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല. ശരീരത്തോടും ആത്മാവോടും കൂടെ ദൈവം പരിശുദ്ധ ദൈവമാതാവിനെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു എന്ന് പഠിപ്പിച്ചു. 1954 12-ാം പ്യൂസ് മാർപ്പാപ്പ സ്വർഗാരോപിതയായ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചു. ഇനി എന്താണ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണം തമ്മിൽ വ്യത്യാസം? കർത്താവായ യേശു മിശിഹ സ്വന്തം ശക്തിയാലാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതെങ്കിൽ പരിശുദ്ധ ദൈവമാതാവ് ദൈവത്താൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയാണ് ഉണ്ടായത്.
അതുകൊണ്ടാണ് ഇതിനെ സ്വർഗാരോപണം എന്ന് വിളിക്കുക. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള 4 വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നാം പഠിക്കുകയായിരുന്നു. 1 ദൈവമാതൃത്വം, 2 നിത്യ കന്യകത്വം, 3 അമലോത്ഭവ, 4 സ്വർഗാരോപണം. ഇനി നമുക്ക് സുറിയാനി സഭയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കാം. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ആദ്യ നൂറ്റാണ്ട് മുതലേ ദൈവമാതാവിനോട് പ്രത്യേകമായ വണക്കം നമുക്ക് കാണാൻ സാധിക്കും. സുറിയാനി സഭയിൽ പരിശുദ്ധ ദൈവമാതാവിന് അതുല്യമായ സ്ഥാനമാണുള്ളത്. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ 7 മാറാനായ തിരുനാളുകൾ ഉള്ളതുപോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സുറിയാനി സഭയിൽ 7 തിരുനാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏതൊരു പ്രാർത്ഥന ആരംഭിക്കുക കൗമ പ്രാർത്ഥനയോട് കൂടിയാണ്. കൗമ പ്രാർത്ഥന അവസാനിക്കുന്നത് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന പ്രാർത്ഥനയോട് കൂടിയാണ്. ആഴ്ചയിൽ ബുധനാഴ്ച ദിവസം പ്രത്യേകമായി പരിശുദ്ധ ദൈവമാതാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ച് വൈദികരും സന്യസ്തരും വൈദിക വിദ്യാർത്ഥികളും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഷീമോ നമസ്കാര പ്രാർത്ഥനക്രമത്തിൽ ബുധനാഴ്ച ദിവസം പരിശുദ്ധ ദൈവമാതാവിനെ സ്മരിക്കുകയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എല്ലാ ദിവസവും 6-ാം മണി നേരത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധ ദൈവമാതാവിനെ പ്രത്യേകമായ രീതിയിൽ അനുസ്മരിക്കുകയാണ്. വിശുദ്ധ കുർബാനയിലെ ഒരുക്കു ശുശ്രൂഷ സമയത്ത് തൂയോബോയിൽ 8 തവണയാണ് പരിശുദ്ധ ദൈവമാതാവിനെ സ്മരിക്കുക. വിശുദ്ധ കുർബാനയുടെ പരസ്യ ആരാധന ആരംഭിക്കുന്നത് തന്നെ കർത്താവിൽ നിന്ന് പ്രസവിച്ച മറിയാമും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. കാർമികൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വിശ്വാസികൾ മാർ സെവേരിയോസിൻ്റെ മാനിസ ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനയിൽ പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിക്കുന്ന 4 വിശ്വാസ സത്യങ്ങളും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും. വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യക മറിയം എന്നാണ് നാം പ്രാർത്ഥിക്കുക. വിശുദ്ധിയും വെടിപ്പും ഒരുമിച്ച് പോകുന്നത് കൊണ്ട് അത് അമലോത്ഭവ എന്ന വിശ്വാസ സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. മഹത്വം എന്നത് സ്വർഗാരോപണത്തെ സൂചിപ്പിക്കുന്നു. കാരണം മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹത്വം എന്താണ്? ഉയർപ്പിക്കപ്പെട്ട ശരീരവും ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ്. ദൈവമാതാവെന്ന് നാം അവിടെ പറയുന്നു, കന്യക മറിയം എന്നും പറയുന്നു. അങ്ങനെ ഈ 4 വിശ്വാസ സത്യങ്ങളും നമുക്ക് ഈ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കുന്നു. കൂടാതെ 4ാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പല തവണയാണ് പരിശുദ്ധ ദൈവമാതാവിനെ അനുസ്മരിക്കുക. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം തേടുന്ന സമയം കൂടിയാണ് കുക്കിലിയോൻ പ്രാർത്ഥന. സുവിശേഷം കഴിഞ്ഞു വരുന്ന ഗാനം പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തെ ആഘോഷിക്കുന്ന ഗാനമാണ് ദൈവജനനി എന്ന പാട്ട്. വിശുദ്ധ കുർബാനയിൽ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള ഗീതത്തിൽ നാം ഇപ്രകാരം പാടുന്നു: മുൾമരമെരിയാതെരിതി തന്നടുവിൽ കണ്ടതുപോൽ. പുറപ്പാട് 3-ാം അധ്യായത്തിൽ കാണുന്ന കത്തുന്ന മുൾപടർപ്പിൻ്റെ അടയാളം അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കന്യകത്വത്തെ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന് ജന്മം നൽകിയതിന് ശേഷവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ കന്യാത്വത്തിന് ഭംഗം വന്നില്ല എന്ന ഈ ഗാനത്തിൽ നാം മനസ്സിലാക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളുകളിൽ പാടുന്ന ഗാനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: കന്യക മറിയാം ദൈവത്തിൻ ജനനി, സ്ത്രീകളിൽ അതിധന്യ, പാപമെഴാതെ പിറന്നവൾ. 4 വിശ്വാസ സത്യങ്ങളും നമുക്ക് ഈ 4 വരികളിൽ കാണാൻ സാധിക്കുന്നു. ആത്മശരീരങ്ങളോടെ സ്വർഗത്തിൽ സംവഹിക്കപ്പെട്ടതുകൊണ്ട് സ്ത്രീകളിൽ അവൾ അതിധന്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. പാപമെഴാതെ അവൾ പിറന്നവൾ അമലോത്ഭവ. കന്യകമറിയം ദൈവത്തിൻ ജനനി. അന്ത്യോക്യൻ ആരാധനാക്രമം പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിവിധ പ്രതീകങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. സേരൂഗിലെ വിശുദ്ധ യാക്കോബ് പരിശുദ്ധ ദൈവമാതാവിനെ 2ാം സ്വർഗം എന്നാണ് വിശേഷിപ്പിക്കുക. കാരണം ദൈവം തന്നെ അവളുടെ ഉദരത്തിൽ വന്ന് വസിച്ചു, അവളിൽ നിന്ന്
ജന്മമെടുത്തു. പരിശുദ്ധ ദൈവമാതാവിനെ രണ്ടാം ഹൗവ എന്നും നമ്മുടെ ആരാധനാക്രമത്തിൽ വിശേഷിപ്പിക്കുന്നു. ഒന്നാമത്തെ ഹൗവ അനുസരണക്കേട് കാണിച്ചു, കൂടാതെ ആദത്തെ പാപത്തിലേക്ക് നയിച്ചു. എങ്കിൽ രണ്ടാമത്തെ ഹൗവ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വിശ്വാസത്തിൻ്റെ അനുസരണത്തിലൂടെ മനുഷ്യരെ രക്ഷിക്കുന്ന ദൈവത്തോട് സമ്പൂർണമായി സഹകരിച്ചു. കാനായിലെ കല്യാണത്തിൽ നാം കാണുന്നു, രണ്ടാമത്തെ ആദാമായ ക്രിസ്തുവിനെ രണ്ടാമത്തെ ഹവ്വായായ പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ അടയാളത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആരാധനക്രമത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ വിശേഷിപ്പിക്കാൻ അനേകം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട 2 പ്രതീകങ്ങൾ മാത്രം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. 1 സമാഗമ കൂടാരം, 2 വാഗ്ദാന പേടകം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം ജനങ്ങൾക്ക് നൽകിയിരുന്നത് സമാഗമ കൂടാരത്തിലൂടെയും വാഗ്ദാന പേടകത്തിലൂടെയുമാണ്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: സമാഗമ കൂടാരത്തിൻ്റെ മേൽ ഒരു മേഘം ആവരണം ചെയ്തു, കർത്താവിൻ്റെ മഹത്വം അതിൻ്റെ മേൽ നിറഞ്ഞു നിന്നു. അവിടെ മേഘം ആവരണം ചെയ്തു എന്നതിന് അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ഏപെസ് കിയാസൻ എന്നാണ്. പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിൻ്റെ ശക്തി അവളുടെ മേൽ ആവസിക്കും എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദം ഏപെസ് കിയാസൻ എന്ന് തന്നെയാണ്. അവളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും എന്ന് കാണിക്കുവാൻ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന മേഘം ആവരണം ചെയ്തു എന്നതിന് ഉപയോഗിക്കുന്ന അതേ പദം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പുതിയ നിയമത്തിൻ്റെ സമാഗമ കൂടാരമാണ് എന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം. രണ്ടാമതായി വാഗ്ദാന പേടകം. ദൈവത്തിൻ്റെ സാന്നിധ്യം ജനങ്ങൾക്ക് നൽകിയിരുന്ന മറ്റൊരു സ്ഥലമാണ് പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം. പുറപ്പാട് പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ ദൈവം മോശയോട് വാഗ്ദാന പേടകം ഉണ്ടാക്കാൻ പറയുന്നു. 25-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, കൃപാസനത്തിൻ്റെ മീതെ നിന്നുകൊണ്ട് കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. എൻ്റെ ജനത്തിന് അറിയിക്കേണ്ട കൽപ്പനകളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും. ദൈവം ജനത്തിന് കൽപ്പനകൾ നൽകുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം ജനത്തിന് നൽകുകയും ചെയ്തിരുന്നത് ഈ വാഗ്ദാന പേടകത്തിലൂടെയാണ്. പരിശുദ്ധ ദൈവമാതാവ് പുതിയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവവും പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ വാഗ്ദാന പേടകം ദാവീദിൻ്റെ നേതൃത്വത്തിൽ ഫിലിസ്ത്യരിൽ നിന്ന് വീണ്ടെടുത്ത് ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്ന സംഭവവും തമ്മിൽ വലിയ സാമ്യം നമുക്ക് കാണാം. സഭാപിതാക്കന്മാർ ഈ 2 സംഭവങ്ങളെ തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവ് പുതിയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകമാണ് എന്ന് പഠിപ്പിക്കുക. സാറൂഗിലെ വിശുദ്ധ യാക്കോബ് പരിശുദ്ധ ദൈവമാതാവിനെ വാഗ്ദാന പേടകം എന്നാണ് വിശേഷിപ്പിക്കുക. ഇനി സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം, ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം ധരിക്കുന്ന ദൈവത്തിൻ്റെ പേടകം ബാലെ യൂദായിൽ നിന്ന് കൊണ്ടുവരാനായി പുറപ്പെട്ടു. അതുപോലെ തന്നെ ലൂക്ക 1:39 മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഇതാണ് 1-ാമത്തെ സാമ്യം. ബാലെ യൂദ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണമായിരുന്നു. ഇനി 2-ാമത്തെ സാമ്യം എന്നത് 9-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ദാവീദ് വാഗ്ദാന പേടകത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതിനോടുള്ള ഭയം കൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നു. കർത്താവിൻ്റെ വാഗ്ദാന പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എനിക്കെന്ത് സംഭവിക്കും? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യത്തിൽ എലിസബത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്:
കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? രണ്ടും ഏകദേശം ഒരുപോലെയുള്ള ചോദ്യമാണ്. അത് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ നമ്മളിത് വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ പേടകം എന്ന വാക്കിന് പകരം ഇവിടെ അമ്മ എന്ന വാക്ക് ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരുപോലെയാണ്. മൂന്നാമതായി 16-ാം വാക്യത്തിൽ നാം കാണുന്നു, ദാവീദ് രാജാവ് കർത്താവിന് മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നു. ലൂക്ക 1:41 മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുകയാണ് സന്തോഷം കൊണ്ട്. ഇനി 4-ാമത്തെ സാമ്യം 2 സാമുവേൽ 6-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങളിൽ ഓബദേദോമിൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പേടകം 3 മാസം ഇരുന്നു എന്നാണ് എഴുതിയിരിക്കുക. ലൂക്ക 1:56 മറിയം എലിസബത്തിൻ്റെ കൂടെ 3 മാസത്തോളം താമസിച്ചു. ഇനി ഹെബ്രായർ 9:4 വാക്യത്തിൽ നമുക്ക് കാണാം, വാഗ്ദാന പേടകത്തിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുക? മന്ന വെച്ചിരുന്ന സ്വർണകലശവും അഹറോൻ്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പാടുന്നു, മന്നാ നിക്ഷേപിത ചെപ്പും തളിർത്തോരഹറോൻ തൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി. ഈ ഗാനത്തിലൂടെ പരിശുദ്ധ ദൈവമാതാവ് വാഗ്ദാന പേടകമാണ് എന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. പഴയ വാഗ്ദാന പേടകത്തിൽ മന്ന സൂക്ഷിച്ചുവെങ്കിൽ പരിശുദ്ധ ദൈവമാതാവ് പുതിയ വാഗ്ദാന പേടകം തൻ്റെ ഉദരത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പത്തെയാണ് വഹിച്ചത്. അവിടെ അഹറോൻ്റെ തളിർത്ത വടി, അതായത് പൗരോഹിത്യത്തെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരത്തിൽ നിത്യപുരോഹിതനായ യേശു മിശിഹ, പഴയ വാഗ്ദാന പേടകത്തിൽ ഉടമ്പടി ഫലകങ്ങളെ കാണാമെങ്കിൽ വചനം മാംസമായവനായ യേശു ക്രിസ്തുവാണ് അമ്മയുടെ ഉദരത്തിലുള്ളത്. അങ്ങനെ അന്ത്യോക്യൻ ആരാധനക്രമത്തിൽ ഒരുപാട് പ്രതീകങ്ങളിലൂടെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. കാരണം എന്താണ്? അവൾ വചനമായ ദൈവത്തിന് തൻ്റെ ഉദരത്തിൽ ജനിക്കുവാൻ സമ്മതം നൽകി. ദൈവഹിതത്തെ സമ്പൂർണമായി അനുസരിച്ചു, അതിനോട് സഹകരിച്ചു. അവളുടെ സമ്മതത്തിലൂടെ രക്ഷകനായ യേശു ക്രിസ്തുവിനോട് അവൾ പൂർണ്ണമായി സഹകരിച്ചു. തൻ്റെ ജീവിത അവസാനം വരെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി അവൾ ജീവിച്ചു. നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യ വ്യക്തിയായ പരിശുദ്ധ ദൈവമാതാവ് നമുക്കെല്ലാവർക്കും വിശുദ്ധരായി ജീവിക്കുവാൻ കഴിയും. കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ച് ആത്മാവിൽ മാലിന്യമേശാതെ ജീവിക്കുവാൻ കഴിയും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം നമുക്കെന്നും വലിയ അനുഗ്രഹമാണ്. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുന്നു, കർത്താവായ യേശു മിശിഹ സൂര്യനെ പോലെയാണെങ്കിൽ പരിശുദ്ധ ദൈവമാതാവ് ചന്ദ്രനെ പോലെയാണ്. ചന്ദ്രൻ സ്വയമേവ പ്രകാശിക്കുന്നില്ല, സൂര്യൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. അതുകൊണ്ട് നാം പരിശുദ്ധ ദൈവമാതാവിനെ ആരാധിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെയും പരിശുദ്ധിയെയും പ്രതിഫലിപ്പിക്കുന്ന അവളുടെ ജീവിതത്തെ ആദരിക്കുകയാണ്. അവളെപ്പോലെ നമുക്കും ജീവിക്കാനാവും എന്ന പ്രചോദനം ഉൾക്കൊള്ളുകയാണ്. ഇനി ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാനായിലെ കല്യാണ സമയത്ത് കർത്താവ് അവളെ സ്ത്രീയെ എന്ന് വിളിച്ച് അപമാനിച്ചുവെങ്കിൽ എന്തിനാണ് കത്തോലിക്കർ പരിശുദ്ധ ദൈവമാതാവിനെ ഇത്രയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക? ഇതിനുത്തരമായി ഒന്നാമതായി പറയാനുള്ളത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്. അവിടത്തേക്ക് പാപം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഹീസ് ഇംപെക്കബിൾ. 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പന എന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നതാണ്. മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ച് യേശു ക്രിസ്തു സ്വന്തം അമ്മയെ അപമാനിച്ചു എന്നാണ് കരുതുന്നതെങ്കിൽ അവിടുന്ന് 4-ാം കൽപ്പന ലംഘിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണത്.
അങ്ങനെ ആരും കരുതുകയില്ല. അങ്ങനെ ക്രിസ്ത്യാനികൾ ആർക്കും കരുതാനാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി രണ്ടാമത്തെ കാര്യം, അവിടെ നമ്മൾ ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ മാനം മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്, മലയാളത്തിലല്ല. മലയാളത്തിൽ സ്ത്രീ എന്നാണ് തർജ്ജമ ചെയ്യപ്പെട്ടതെങ്കിലും അതിൻ്റെ ഗ്രീക്ക് പദം ഗുനേ എന്ന പദമാണ്. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ എന്ന് പറയുമ്പോൾ ഹെബ്രായ ഭാഷയിൽ സ്ത്രീക്ക് വേണ്ടി ഈശ എന്ന വാക്കാണ്. എന്നാൽ ഈ ഹെബ്രായ ബൈബിളിൻ്റെ ഗ്രീക്ക് തർജ്ജമയായ സെപ്തുവജിന്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഗ്രീക്കിലെ ഗുനേ എന്ന പദം തന്നെയാണ്. തൻ്റെ മാതാവിനെ ഗുനേ എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ ഉൽപ്പത്തി 3:15 വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്ത്രീ തൻ്റെ അമ്മയായ മറിയമാണ് എന്ന് യേശുക്രിസ്തു അവിടെ പറയുകയാണ്. ഈ സ്ത്രീയുടെ സന്തതിയായ ഞാൻ സാത്താൻ്റെ തല തല്ലി തകർക്കാനാണ് ഭൂജാതനായിരിക്കുന്നത് എന്നവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് കൂടുതൽ വ്യക്തമാകുവാൻ യോഹന്നാൻ 19:26 കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയെ നോക്കി കർത്താവ് വീണ്ടും വിളിക്കുന്നു, ഗുനേ, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. സാത്താൻ്റെ തല തല്ലി തകർക്കുന്ന സമയമാണ് കുരിശ് മരണ നേരം. അങ്ങനെ ദൈവിക പദ്ധതിയിൽ എത്രയോ വിലയേറിയ സ്ഥാനമാണ് ഈ സ്ത്രീക്ക്, പരിശുദ്ധ ദൈവമാതാവിന് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അവസാനമായി നാം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെന്നത്, പരിശുദ്ധ മാതാവിനെ വില കുറച്ച് കാണുന്ന ആ പ്രവണത ഒരിക്കലും ഉണ്ടാകാതെ നോക്കുക. രണ്ടാമത്തെ എക്സ്ട്രീം എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവിനെ യേശു ക്രിസ്തുവോളം ഉയർത്തി കാണാനുള്ള ഒരു പ്രവണത, അതും അപകടകരമാണ്. യേശു ക്രിസ്തു ദൈവമാണ്, പരിശുദ്ധ കന്യക മറിയം ഒരു മനുഷ്യ സ്ത്രീയാണ്. സ്രഷ്ടാവും സൃഷ്ടി തമ്മിൽ വലിയ അന്തരമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തുവാണ് വാസ്തവത്തിൽ ഏക മധ്യസ്ഥൻ. അവിടുന്നാണ് പിതാവിങ്കലേക്കുള്ള ഏക വഴി. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വ്യത്യസ്തമായ രീതിയിലാണ് നാം മനസ്സിലാക്കേണ്ടത്. പാപികളാ നമുക്ക് വേണ്ടി നിരന്തരമായി തൻ്റെ പുത്രനോട് അപേക്ഷിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ നിത്യജീവൻ അവകാശമാക്കണം എന്ന ആഗ്രഹത്തിൽ ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. പരിശുദ്ധ ദൈവമാതാവല്ല നമുക്ക് നേരിട്ട് അനുഗ്രഹങ്ങൾ നൽകുക. നമുക്കായി അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് തൻ്റെ പ്രാർത്ഥനയിലൂടെ വാങ്ങിത്തരുവാൻ ഈ അമ്മയ്ക്ക് സാധിക്കും. സ്വർഗം ആവശ്യപ്പെട്ട സകലതും പൂർണ്ണമായി അനുസരിച്ച ത്രിയേക ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിന് ഒരിക്കലും നിരസിക്കാനാവില്ല. ഈ വിശ്വാസത്തിലാണ് നാം പരിശുദ്ധ ദൈവമാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുക. സഭ എന്നത് യേശു ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. അതിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടമയുണ്ട്. മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം നയിച്ച കർത്താവ് തന്നെ നമുക്കായി നൽകിയ, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് നൽകിയ ഈ അമ്മയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത് നല്ലൊരു പാരമ്പര്യം തന്നെയാണ്. പരിശുദ്ധ ദൈവമാതാവ് ഒരിക്കലും മഹത്വം അന്വേഷിക്കുന്നില്ല. ദൈവമാതാവ് എന്നും ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരെയും തൻ്റെ തിരുസുതൻ്റെ പക്കലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ്. അതുകൊണ്ട് അമ്മയോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. അതിന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തുണയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.